വെൽക്കം ടു മിറാക്കിൾ ഫാമിലീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഷൂ കവറാണ്. ഇതിലൊരു 6 പീസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി അതൊന്ന് പൊട്ടിച്ച് വെച്ചു, കാരണം കുറെ പണി കിട്ടിയത് ആളാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ റിട്ടേൺ അടിക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ആദ്യം തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യമോ അല്ലെങ്കിൽ അത് നമ്മൾ ഓർഡർ ചെയ്ത സെയിം സാധനമാണോ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഇതൊന്ന് കവറൊക്കെ പൊട്ടിച്ച് വെച്ചിരുന്നു. ഇതാണ് കവർ വരുന്നത്. ഒരു 6 പീസ് ഉണ്ട് ഇതില്. ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 200 കിലോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല ആ ഒരു റേറ്റിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവരുടെ കയ്യിലും എങ്ങനെയാലും കുറച്ച് ഷൂസ് ആയിക്കോട്ടെ, ഹീൽസ് ആയിക്കോട്ടെ, എങ്ങനെയാലും കുറച്ച് എന്തായാലും കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ഒരു കവറിൽ സൂക്ഷിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതിപ്പോൾ നമ്മൾക്ക് നമ്മളെ സാൻഡൽസിനൊക്കെ ഡാമേജ് വരാനും അതിനൊക്കെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യും. കുറെ കാലം നമ്മുടെ സാൻഡൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും പുറത്തു പോകുന്ന കുട്ടികളെ, ഇപ്പൊ കോളേജ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ആരേക്കാളും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഒരുപാട് ഷോപ്പുകളിൽ നമ്മൾ 200 300 ഒരുപാട് ഷൂസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും കുട്ടികൾ അതൊക്കെ വാങ്ങിക്കും. അത് വാങ്ങിക്കാത്ത കുട്ടികൾ കുറവാണ്. ഞാനൊക്കെ അതൊക്കെ ടൗണിൽ പോയി കഴിഞ്ഞാൽ അധികം കണ്ടാലൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കീസിലൊക്കെ ഞാൻ ഇട്ട് വെക്കുക ചെയ്യല്. ഇപ്പം എൻ്റെ വെഡിങ്ങിന് തന്നെ ഹീൽസ് ഒക്കെ വരുന്നത് വെറുതെ ഒരു കീസിൽ ഇട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ സ്റ്റോൺ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് നമ്മൾ എന്തായാലും നല്ലോണം കെയർ ചെയ്യണം. നല്ലോണം കെയർ ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അത് കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കവർ വാങ്ങിക്കാന്ന് കരുതിയത്. കുറെ കാലം എത്തിയാൽ നമുക്കതൊരു ആ ഒരു ചെരുപ്പൊക്കെ ഒരു അനക്കൊക്കെ ആ ഒരു നമ്മളെ വെഡിങ്ങിന്റെ ചെരുപ്പൊക്കെ എനക്കൊരു മെമ്മറി തന്നെയാണ്. അപ്പൊ അത് വേഗം തന്നെ നശിച്ചു പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പോൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നല്ല റേറ്റിന്റെ ആണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ കല്യാണത്തിന്റെ ഒക്കെ പിന്നെ ചെരുപ്പൊക്കെ നല്ല റേറ്റിന്റെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കവറൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്കത് ഒരു ഉപകാരപ്രദമാണ്. നമുക്ക് ഭാവി കുറെ കാലം അങ്ങോട്ടേക്ക് നമുക്ക് ആ ചെരുപ്പുകളൊക്കെ എത്തും. അപ്പൊ ഇങ്ങനെ ഒരു കവർ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ കവറിന് ഇങ്ങനെ ഒരു ടൈറ്റിങ് ഒക്കെ ഉണ്ട്. നമുക്ക് സാൻഡിൽ ഇതിൽ വെച്ചതിന് ശേഷം ടൈറ്റാക്കി വെക്കാം. ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ നല്ലൊരു ഉപകാരപ്രദമുള്ളൊരു സാധനമാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പിന്നെ ദൂരമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സാൻഡൽസ് ഒക്കെ എടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ, സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കവറിൽ സാൻഡിൽ പാക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഒരു സ്കൈ ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചത്. അപ്പൊ അതില് വേറെയും കുറെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏത് കളറാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. അപ്പോൾ ഇതിന്റെ സൈസ് ചെറുതൊന്നുമല്ല, അത്യാവശ്യത്തിന് നല്ല വലിപ്പമൊക്കെ ഉള്ള സൈസൊക്കെയാണ്. അപ്പൊ നമുക്ക് ഏത് സൈസുള്ള സാൻഡൽ ആണെങ്കിലും ഇതിൽ നമുക്ക് പാക്ക് ചെയ്യാം, ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു റേറ്റിൽ നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ കമന്റ് ചെയ്താൽ ലിങ്ക് അയച്ചു. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ പ്രൊഡക്റ്റ് അത് ഇതാണ്. ഇതെന്താന്ന് വെച്ചാല് നമുക്കിപ്പോ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ഒരു 3-4 ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് ഇത്. ഇത് പരൈസോ എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറെ ആൾക്കാർ വീഡിയോസ് ഒക്കെ ഇട്ടതൊക്കെ ഞാൻ കണ്ടിന്. അപ്പോൾ അത് എങ്ങനെയാ അതിന്റെ ഡ്രസ്സ്, അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പർച്ചേസ് ചെയ്യാന്ന് കരുതി. ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതും ഞാൻ ആദ്യമേ പൊളിച്ചു വെച്ചു, കാരണം ഇത് അടിക്കുമ്പോൾ ഇതിന്റെ പിന്നെ ഓപ്പൺ വീഡിയോ വേണം.
എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാൻ അതിന്റെ ഓപ്പൺ വീഡിയോ വേണം. അതൊക്കെ കൊണ്ട് ഞാനിത് ആദ്യമേ അഴിച്ചു വെച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി പറയാന്ന് വെച്ചാല് കുഴപ്പമില്ല, മോശമല്ല. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. നമുക്കിപ്പോ ചൂട് സമയത്തൊക്കെ നല്ലൊരു കംഫർട്ടായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇതാണ് വരുന്നത്. ഞാൻ ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എങ്ങനെ ഉണ്ടാവും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എനിക്ക് മെഷർമെന്റ് എൻ്റെ ഒരു കൊടുക്കുന്നതിൽ കുറച്ചൊരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് വലിപ്പമുള്ള സൈസാണ് കിട്ടിയത്. അപ്പൊ ഇതിന് ചെറിയൊരു ബോഡി ഷേപ്പിൽ അടിക്കുകയൊക്കെ വേണം. വേറെ ഇതിന് കുഴപ്പമൊന്നുമില്ല. നല്ല മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി ഡ്രസ്സാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു 3-4 ഫ്രോക്ക് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പൊ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് ഈ ഒരു ടൈപ്പ് ആയിരുന്നു, ഈ ഒരു മോഡലായിരുന്നു. ഇതിന്റെ ഒരു 3-4 കളേഴ്സ്, ഡിഫറെന്റ് കളേഴ്സ് ആണ് എനിക്ക് കിട്ടിയത്. ഇതേ ടൈപ്പ് തന്നെ, പക്ഷെ കളേഴ്സ് മാത്രം മാറ്റം ഉള്ളതും ഞാൻ കാണിച്ചു തരാം ബാക്കി കളേഴ്സ്. അടുത്ത കളർ വരുന്നത് ഇതാണ്, ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത്. ഇതിന്റെ സ്ലീവിന്റെ അടുക്ക ഒരു പഫ് ടൈപ്പാണ് വരുന്നത്. പഫ് ടൈപ്പാണ് ഒരു സ്ലീവ് വരുന്നത്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് നാടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെങ്ങനെ ഉണ്ടാവും, വെയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതിന്റെ ഒരു വേറെ കുറെ മോഡൽസ് ആണ് നോക്കി വെച്ചത്. 2-3 മോഡൽസ് വേറെ ഞാൻ നോക്കിയിരുന്നു, വേറെ ടൈപ്പ്. അപ്പൊ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ കളർ ചേഞ്ച് ആണ് എനിക്ക് 3-4 കിട്ടിയിട്ടുള്ളത്. സെയിം സാധനം തന്നെ, പക്ഷെ കളർ ചേഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വരുന്നത് ഈ ഒരു റെഡ് ആണ്, റെഡ് കളറാണ്. നല്ല കളേഴ്സ് ആട്ടാ, നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ ഉണ്ട് അവരെ പേജിൽ. അപ്പോൾ എല്ലാം നല്ല നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കുന്ന കളേഴ്സ് ഒക്കെയാണ്. മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു കംഫർട്ട് കിട്ടുന്ന ഡ്രസ് മെറ്റീരിയൽ തന്നെ ഇവരെ പേജിലുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ്. ഈ ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ എല്ലാം ഒരേ മോഡൽ തന്നെയാണ്, സെയിം മോഡലൊക്കെ സെയിം ആണ്, പക്ഷെ കളർ ചേഞ്ച് മാത്രമാണ്. എല്ലാത്തിനും സ്ലീവിന് ഇങ്ങനെ ഒരു പഫ് വരുന്നുണ്ട്, ബാക്കിയൊക്കെ സെയിം ആണ്. എല്ലാത്തിനും ബാക്കിൽ ഇങ്ങനെ ഒരു നാടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ വെക്കാം. അപ്പം ബാക്കി നമുക്ക് ലെങ്ത് കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണ്. അധികം ഓവറായിട്ടുള്ള ലെങ്ത് ഒന്നുമില്ല, നമുക്ക് കറക്റ്റ് ആണ്. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. പിന്നൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ മതി, ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് എല്ലാവരും അധികം ഇൻസ്റ്റാഗ്രാമിൽ അധികം ഇത് വാങ്ങിച്ചതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഫസ്റ്റ് ടൈമാണ്. ഈ ഒരു 4 പീസാണ് എനിക്ക് കിട്ടിയത്. ഈ ഒരു പിങ്ക് കളറും സ്കൈ ബ്ലൂ കളറും റെഡും ബ്ലാക്കും, ഈ ഒരു 4 പീസാണ് ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഈ 4നും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. പക്ഷെ എല്ലാം സെയിം ഡിസൈൻ ആണ്, കളർ ഡിഫറെന്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഏതൊക്കെയാന്ന് വെച്ചാൽ ആ ഡ്രസ്സ് എന്നാണ് ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു മാക്സി ടൈപ്പ് മെറ്റീരിയൽ വരുന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും എന്തായാലും കുർത്താസ്, ടീഷർട്ട് ഇങ്ങനത്തെയൊക്കെ അല്ലേ വെയർ ചെയ്യുക. പക്ഷെ മാക്സി ഇടുന്നതിൻ്റെ ആ ഒരു കംഫർട്ട് നമുക്ക് വേറെ എന്ത് ധരിച്ചാലും വീട്ടിൽ നിന്ന് കിട്ടൂല. അപ്പോൾ ഇത് വരുന്നത് ഒരു മാക്സി ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അപ്പം നല്ലൊരു കംഫർട്ട് ആയിരിക്കും. പിന്നെ വെച്ചാൽ മാക്സി ടൈപ്പ് ഫ്രോക്ക്, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഫ്രോക്കും കൂടിയായി ഇത്. അപ്പം നമുക്കൊരു ട്രെൻഡിങ് ഡ്രസ്സുമായി, എന്നാൽ നല്ലൊരു കംഫർട്ടുമായി വീട്ടിൽ നിന്ന് ധരിക്കാൻ. പിന്നെ എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റാ പേജിലൊക്കെ അധികവും കാണുന്നത് ഇങ്ങനൊരു ഫ്രോക്ക് ടൈപ്പാണ്. അധിക പേജിലും അവര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം ഞാൻ
ഒന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയാ നോക്കാന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചത്, ഫസ്റ്റ് ടൈം വാങ്ങിച്ചത്. അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണെന്ന് അറിയാനും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൂട്ടത്തിൽ ഇതുപോലത്തെ ട്രെൻഡിങ് ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് ഇത്രയും ഞാൻ ക്വാളിറ്റി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അധികം ഓൺലൈനിൽ ഡ്രസ്സൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാനും. അപ്പോൾ അധികം അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേങ്കിൽ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെയാണിത്. നമുക്ക് നല്ലൊരു കംഫർട്ടായിരിക്കും. എങ്ങനെയായാലും അടിപൊളി ഡ്രസ്സാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും വാങ്ങിക്കണം എന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മളെ ലാസ്റ്റ് ബോക്സ് ആണ്, ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ വാങ്ങിച്ച ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണിത്. ഇതെന്ന് വെച്ചാൽ നോക്കാം. ഇത് ഞാൻ പൊളിച്ചനില്ല കേട്ടാ, ഇതിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല. ഞാൻ പൊളിച്ചു നോക്കട്ടെ. അപ്പോൾ ഈ കിട്ടിയ പ്രൊഡക്റ്റിൽ ഞാൻ ഇത് മാത്രമാണ് പൊളിച്ചു നോക്കാത്തത്. അപ്പം ഇനി എന്തൊക്കെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടോ എനക്കൊന്നും അറിയില്ല. ഇനി റിട്ടേൺ അടിക്കാൻ പറ്റുമില്ല, ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഐറ്റം. എന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് സാധനം കേട്ടാ. എന്താണെന്ന് മനസ്സിലായോ? ഇതെന്താണെന്ന് വെച്ചാൽ സാരി കവറാണ്, സാരി കവർ. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 12 പീസ് ഉണ്ട്. 12 പീസ് ഉണ്ടാവും. ഇത് സാരി കവറാണ്. ഇത് ക്ലോത്തിൻ്റെയാണ് വരുന്നത്, ക്ലോത്തിൻ്റെ സാരി കവറാണ് വരുന്നത്. ഇത് വെച്ചാൽ ഇത് നമ്മളെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഫാൻസി സാരി അങ്ങനത്തെ ഒക്കെ നമ്മൾ നോർമൽ സാരീൻ്റെ കൂടെ ഒക്കെ അട്ടിയിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ നമ്മളെ സാരികൾ തമ്മിൽ ആ സ്റ്റോൺ ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോൺ അളുകി പോകാനോ ഒക്കെ ചാൻസ് ഉണ്ടാകും. നമ്മളെപ്പോൾ ഈ ഫാൻസി സാരി ഒന്നും നമ്മൾ ഡെയിലി ഒന്നും ഇടില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ, നമ്മളെ ഫാമിലിയിലൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ മാത്രമല്ലേ നമ്മൾ ഫാൻസി സാരി യൂസ് ചെയ്യും. അതുവരെ നമ്മൾ അതൊക്കെ അൽമാരയിൽ ഇങ്ങനെ ഓരോ സാരീൻ്റെ കൂടെ തന്നെയായിരിക്കും അട്ടിയാക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ഒരു ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്ക് വേറെ തന്നെ ഒരു കവറിലാക്കി ഇങ്ങനെ വെക്കുന്നത് നമ്മൾക്ക് അത് ഒരു നമുക്ക് സാരിക്കൊരു ഡാമേജ് പറ്റാണ്ടിരിക്കാനോ നമുക്കത് കുറേ കാലം യൂസ് ചെയ്യാനൊക്കെ പറ്റും. ആ സാരി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സാരി കവർ. ഇത് വരുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ടൈപ്പൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ അതൊക്കെ വേഗം മോശമായി പോകാൻ സാധ്യതയുണ്ട്, വേഗം നുറുങ്ങി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ക്ലോത്തിൻ്റെ അങ്ങനെ വേഗം മോശമായി പോകില്ല, നമുക്ക് കുറേ കാലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ക്ലോത്തിൻ്റെ. അപ്പം ഞാൻ ക്ലോത്തിൻ്റെ വാങ്ങിച്ചത്. അപ്പോൾ നല്ലൊരു ബിഗ് സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ, സ്മോൾ എന്നല്ല, നല്ല ബിഗ് സൈസാണ് വരുന്നത്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ, നല്ല സ്പേസ് ഉണ്ട്. നമുക്കിപ്പോൾ എത്ര വലിയ സാരി മാത്രമല്ല കേട്ടോ, വലിയ ലഹങ്കകളൊക്കെ ഉണ്ടാവില്ലേ, പാർട്ടി വെയർ ലഹങ്കകൾ, ധാവണി, അതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത്രയും വലിയ സൈസുള്ള തന്നെയാണ് കിട്ടിയത്. അതൊക്കെ ഇതിൽ വെക്കാൻ പറ്റുന്ന സൈസുള്ള തന്നെയാണ് കിട്ടിയത് കവറ്. അപ്പോൾ ഇതും എല്ലാവർക്കും ഒരു ഉപകാരപ്രദം എന്നുള്ള ഒരു സാധനം കൂടിയാണ്. സാരി ലവേഴ്സിനൊക്കെ പറ്റിയൊരു ബാഗാണിത്. അപ്പം ഞാനൊരു സാരി ലവറാണ്. അപ്പോൾ അത്യാവശ്യത്തിന് സാരി കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഫാൻസി സാരി ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഫാൻസി സാരി ഒക്കെ നോർമൽ സാരീൻ്റെ കൂടെ വെക്കുമ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പോൾ അതിനും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കവർ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ ഇതിൽ തന്നെ എടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ലഹങ്കകൾ, ധാവണികളൊക്കെ ഇതിൽ സെറ്റ് ആവും. എങ്ങനെയാലും അത്രയും ബിഗ് സൈസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗ് കൂടിയാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ക്ലോത്ത് ടൈപ്പ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്ലാസ്റ്റിക് നമുക്ക് എത്ര കാലത്തൊന്നും പറയാൻ പറ്റില്ല, ഡാമേജ് വരെ സാധ്യതയുണ്ട്. ക്ലോത്ത് ആകുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ലിങ്ക് കൊടുക്കാം ഇതിൻ്റെ. അപ്പോൾ ഇതിൽ വരുന്നത് 12 പീസാണ് വരുന്നത്. 12 ബിഗ് സൈസ് തന്നെയാണ് വരുന്നത്. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 700 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് റേറ്റ് ഉണ്ടാവും, കാരണം ഇത് ക്ലോത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിന് റേറ്റ് ഉണ്ടാവും. നമ്മൾ പ്ലാസ്റ്റിക്കിൻ ബാക്ക് കവറൊക്കെ വരുന്നത് റേറ്റ് കുറവിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്ലോത്ത് ടൈപ്പിൽ വരുന്നതുകൊണ്ട്, ക്ലോത്ത് മെറ്റീരിയൽ വരുന്നത് കൊണ്ട് ഇതിന് റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിലൊക്കെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചാണ്. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഏതെങ്കിലും ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം, ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.